പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിജയം എന്നുള്ളതാണ്. തോമസ് എഡിസന്റെ കഥയോട് ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങൾ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 67-ാം വയസ്സിൽ എഡിസന്റെ ഫാക്ടറി അഗ്നിക്കിരയായി. വലിയ തുകയ്ക്കൊന്നും അത് ഇൻഷുർ ചെയ്തിരുന്നില്ല. ഫാക്ടറി കത്തിയെരിയുന്നത് കണ്ട എഡിസന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ദുരന്തത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇതോടൊപ്പം നമ്മുടെ അബദ്ധങ്ങളും അഗ്നിക്കിരയാകുന്നു. നമുക്ക് വീണ്ടും തുടങ്ങുവാനുള്ള അവസരം തന്ന ദൈവത്തിന് നന്ദി. 3 ആഴ്ചയ്ക്ക് ശേഷം എഡിസൺ പ്രസിദ്ധമായ തന്റെ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു. ഈ ശുദ്ധ മനോഭാവമായിരുന്നു എഡിസന്റെ ശക്തി. വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം: ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ആശ്വസിപ്പിക്കുന്നവനും ശക്തീകരിക്കുന്നവനുമായി സർവശക്തനാകുന്ന ദൈവം പ്രതിസന്ധികളുടെ മധ്യത്തിൽ വിജയം നേടിത്തരേണ്ടതിലേക്കായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് നീങ്ങിയാൽ അത് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമാണ്. തിരിച്ചടികൾ അനിവാര്യമാണ്, പക്ഷേ അവ നമുക്ക് പ്രചോദനമാവണം. അവ നമ്മളെ വിനയം പഠിപ്പിക്കുന്നു. പലപ്പോഴും ദുഃഖം നമുക്ക് ധൈര്യവും ശക്തിയും നൽകുന്നു. ഓരോ തിരിച്ചടിക്ക് ശേഷവും നാം ആത്മപരിശോധന നടത്തുന്നത് തടസ്സങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കാൻ സഹായിക്കുന്നവനും ശക്തീകരിക്കുന്നവനുമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് നീങ്ങാം. സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.